ഐഡിയസ്. അപ്പൊ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു 12 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടൊരു ക്രോപ്പ് ടോപ്പാണ് ഇവിടെ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. സ്ലീവ്ലെസ് ആയിട്ട് ഫ്രില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രിൻസസ് കട്ട് മോഡലിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത്. നമുക്ക് ഏകദേശം ഒരു 1 മീറ്റർ മെറ്റീരിയൽ മതിയാവും. ലൈനിങ് നമുക്ക് 1 മീറ്റർ മതിയാവും കേട്ടോ. നമുക്ക് നേരെ കട്ടിങ്ങിലേക്ക് കടക്കാം. പിന്നെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവർ തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അളവിലാണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ലെങ്ത് മാർക്ക് ചെയ്തു. നമുക്ക് ലെങ്ത് വരുന്നത് 14.5 14 ഇഞ്ച് ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്യുന്നത് 1.5 ഇഞ്ച് കൂട്ടിയിട്ട് 16 ഇഞ്ചിലാണ് കേട്ടോ ഫ്രണ്ടിലേക്കുള്ളത് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഷോൾഡർ നോക്കാം കേട്ടോ. ഷോൾഡർ വരുന്നത് 7 ഇഞ്ച് 14 ടോട്ടൽ ഷോൾഡർ വരുന്നത്. അപ്പൊ 7 ഇഞ്ചാണ് നമ്മുടെ ഷോൾഡർ വരുന്നത്. അപ്പൊ 7 ഇഞ്ച് ഞാനത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 7 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം കഴുത്തിന്റെ അകലം മറക്കുന്നത്. കഴുത്തിന്റെ അകലം 2.75 എടുക്കുന്നത്. പിന്നെ ഷോൾഡർ നമുക്ക് അടിച്ചു കിട്ടുമ്പോൾ ഒരു 3 ഇഞ്ച് മതി. അപ്പൊ അങ്ങനെ 3 ഇഞ്ച് ഷോൾഡർ ഉണ്ട്. അപ്പൊ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി 4 ഇഞ്ച്. അപ്പൊ ടോട്ടൽ നമുക്ക് 7 14 ഷോൾഡർ വരുന്നത്. അപ്പൊ 7 ഇഞ്ച് വന്നു. ആ സെയിം 7 ഇഞ്ച് തന്നെ കുറച്ച് താഴത്തേക്ക് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് താഴത്തേക്ക് 6.5 ഇഞ്ചാണ് നമ്മുടെ ആം ഹോളിന്റെ ലെങ്ത്. 6.5 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചെസ്റ്റ് നോക്കാം. ചെസ്റ്റ് വരുന്നത് 32 ഇഞ്ച് ചെസ്റ്റ് അളവാണ് വരുന്നത്. 32നെ 4 കൊണ്ട് ഇരിക്കുന്ന സമയത്ത് 8 നമുക്ക് ചെസ്റ്റ് അളവ് കിട്ടുന്നത്. ആ 8 പ്ലസ് ഞാൻ ഇവിടെ ഒരു 2.5 3 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് പിന്നെ നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. 3 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. അതേപോലെ താഴത്ത് നമ്മുടെ വേസ്റ്റ് അളവ് വരുന്നത് 7.5 ഇഞ്ചാണ് താഴത്ത് നമ്മുടെ വേസ്റ്റ് അളവ് വരുന്നത്. അപ്പം 7.5 വന്നു. 7.5 പ്ലസ് പിന്നെ ഒരു 1.5 ഇഞ്ച് അധികം കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്തിനെന്ന്. അതിനുശേഷം ഒരു 2.5 ഇഞ്ചും കൂടി നമുക്ക് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ മുകളിൽ നിന്ന് താഴത്തേക്ക് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താലും മതി. പിന്നെ നമുക്ക് ലെവലാക്കാം. ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് കഴുത്തിന്റെ ഇറക്കം നോക്കാം. ഫ്രണ്ടിലേക്ക് കഴുത്തിന്റെ ഇറക്കം 5.5 എടുക്കുന്നത്. അപ്പൊ ഇതേപോലെ 2.75 ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വരക്കുന്നുണ്ട്. 5.5 ഇതുപോലെ ഇങ്ങനെ ബോക്സ് ആക്കിയിട്ട് മുകളിലോട്ട് വരച്ചിട്ട് നമുക്ക് നെക്ക് അതിൻ്റെ ഉള്ളിൽ വരച്ചെടുക്കാം കേട്ടോ. ആം ഹോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഇത് ഞാൻ എന്താ മുകളിൽ നിന്ന് ഇവിടുന്ന് ഒരു 4 ഇഞ്ച് എടുക്കുന്നു. ഷോൾഡറിൻ്റെ എടുക്കുന്ന ഒരു 4 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ബ്രസ്റ്റ് വിഡ്ത്താണ് കേട്ടോ. അപ്പം അതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ഏകദേശം ഒരു 9 ഇഞ്ച് എടുക്കുന്നുണ്ട്. ലെങ്ത്ത് 9 ഇഞ്ച് ലെങ്ത്ത് എടുക്കുന്നുണ്ട്. അവിടെയും നമുക്കൊരു 4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ. 4 ഇഞ്ച് ഇത് ഇവിടെ ആയിട്ടാണ് വരുന്നത്. 4 ഇഞ്ച് അതേ സെയിം 4 ഇഞ്ച് ഞാൻ ഇതാ താഴത്തും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ 4 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ ലൈൻ വരച്ചു, സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അതിനുശേഷം ഇതല്ല നമ്മുടെ പോയിന്റ് വരുന്നത്. ഇനി നമ്മുടെ ഈ ആം ഹോളിൻ്റെ ഈ ഒരു പോയിന്റ് ഇല്ലേ, ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ഇവിടത്തേക്ക് ഇങ്ങനെ കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ കൊടുത്തില്ലേ. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത 1.5 ഇഞ്ചില്ലേ, അത് വെച്ചാൽ നമ്മൾ ഇത് സാരി ബ്ലൗസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്താ കുറച്ച് കൂട്ടി കൊടുക്കാം ആ വീതി. ഇപ്പം ഇത് സെറ്റ് വാടക്കല് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ബ്ലൗസാണ്. അപ്പോൾ ഈ 1.5 എന്തിനാ എടുക്കുന്നത് വെച്ചാൽ ഇപ്പം ചെറിയ കുട്ടിയല്ലേ, ഇപ്പം ഏകദേശം 32 ചെസ്റ്റ് വരുന്ന സമയത്ത് വലിയ ബ്രസ്റ്റോ കാര്യങ്ങളോ വരുന്നുണ്ട്. അപ്പം നമുക്ക് വലിയ ഷേപ്പ് വേണ്ട. അപ്പം അതുകൊണ്ടാണ് ഒരു 1.5 ഇഞ്ച് എടുക്കുന്നത്. കുറച്ച് വലിയ സൈസ് ആണെങ്കിൽ നമുക്ക് 2 ഇഞ്ച് വരെ എടുക്കാം. അപ്പം ഇവിടെ ഞാൻ തയ്യൽ തുമ്പാണ് ഒരു 1.5 ഇഞ്ച് കൊടുത്തതും 1.5 എന്ത് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് മുകളിലോട്ടേക്ക് ഒരു 2 ഇഞ്ച് ഇതുപോലെ കൊടുക്കുന്നുണ്ട് സ്ട്രെയിറ്റ് ആയിട്ട്. അതിനുശേഷം നമുക്കിത് ഈ ഒരു ഷേപ്പ് വരച്ചെടുക്കാം. നമുക്കിത് മുകളിൽ നിന്നേ വരക്കുന്നെങ്കിൽ മുകളിൽ നിന്ന് ഇതിങ്ങനെ വരച്ച് വന്നിട്ട് ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ ഒരു ഷേപ്പ്, ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം. നമുക്ക് ഇവിടുന്ന് വരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കുറച്ച് മുകളിൽ നിന്ന് വന്നിട്ട് ഇതിങ്ങനെ കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഇതുപോലെ വന്നു. അപ്പം ഇത് നമുക്ക് കട്ട് ചെയ്ത് പോകാനുണ്ട്. 1.5 ഇഞ്ച് കട്ട് ചെയ്ത് പോകാനുണ്ട്. അതാണ് ഞാനിവിടെ നമ്മളെ എന്താ കറക്റ്റ് വേസ്റ്റുകൾ മാർക്ക് ചെയ്ത് 1.5 ഇഞ്ച് അധികം എടുത്തിട്ട് അത് പോവും. ഇത് കട്ട് ചെയ്ത് പോകും. പിന്നെ നമുക്ക് ഈ ഒരു തയ്യൽത്തുമ്പോൾ മാത്രമേ ബാലൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. റൗണ്ട് നെക്കാണ് വരുന്നത്. ഞാനിപ്പോൾ ഇതാ
നെക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഈ നെക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നെക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു ഷേപ്പാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം ഞാൻ എന്താ കുറച്ച് ഇവിടം വരെ കട്ട് ചെയ്തു. അതിന് ശേഷം നമുക്ക് ഇതേ ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. ഇതേ ഷേപ്പിൽ നമുക്കിതൊന്ന് മുകളിലോളം കട്ട് ചെയ്തെടുക്കട്ടെ. ഇങ്ങനെ ഇവിടം വരെ ഇങ്ങനെ കൊടുക്കാം. അതിന് ശേഷം നമുക്കത് ഇവിടെ കറക്റ്റായിട്ട് കുറച്ച് സ്ട്രെയിറ്റ് വരെ കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പീസ് നമുക്ക് എടുത്ത് മാറ്റാട്ടോ. ഇപ്പൊ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഞാൻ ബാക്ക് സൈഡ് എടുത്തത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ലെങ്ത് ഉണ്ട് 1 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളൂ. 14 വരുന്നത് 15 എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് നമ്മൾ 1.5 കൊടുത്ത് ബാക്കിൽ കറക്റ്റ് 1 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ കഴുത്തിന്റെ ഇറക്കം 2 ഇഞ്ചാണ് കൊടുത്തത്. നമ്മൾ 2.25 കഴുത്തിന്റെ അകലും ഇറക്കം 2 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഏകദേശം ഒരു 8 ഇഞ്ച് വരുന്നതാണ് എടുക്കുന്നത്. അപ്പൊ അധികം ഇതാക്കണ്ടെന്ന് പറഞ്ഞിന്. അതായത് കുറച്ച് വലിയ കുട്ടിയല്ലേ, അപ്പൊ അധികം വലിയൊരു ഓപ്പൺ ഷേപ്പ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ജസ്റ്റ് ഇപ്പൊ ഒരു ബാക്ക് നെക്ക് ഒരു 8 ഇഞ്ച് വരുന്ന രീതിക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ജസ്റ്റ് ചെറിയൊരു ഷേപ്പ് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ തയ്യൽ തുമ്പ് കൂട്ടിയിട്ടുള്ള 3 ഇഞ്ചാണ് കേട്ടോ. നമുക്ക് ബാക്കിൽ പഠിക്കുന്ന സമയത്ത് ചെറിയൊരു ഷേപ്പ് പോവുമല്ലോ. തയ്യൽ തുമ്പ് 3 ഇഞ്ച് തന്നെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ സെയിം അളവ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മെയിൻ ഫാബ്രിക്കും ഇതേ അളവിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ നെക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കണം കേട്ടോ. താഴത്തേക്ക് ഓപ്പൺ ആക്കി എടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് താഴത്തേക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഈ മെറ്റീരിയൽ എടുക്കാം കേട്ടോ. ലൈനിങ് എടുക്കാം. നമ്മുടെ ബാക്ക് പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിന് നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ആം ഹോൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ അവിടെ പീസ് വെച്ചിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് കവർ ചെയ്ത് അടിക്കുമായിരുന്നു. നെക്ക് ഇതുപോലെ ഇങ്ങനെ വരാം. ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ വന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നെക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. നല്ല മെയിൻ ഫാബ്രിക്കിന്റെ മീത്ത ഇതുപോലെ നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാലൻസ് പീസൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇത് പ്ലസ് സ്റ്റിച്ചും കൂടി കൊടുക്കാം കേട്ടോ. ഇവിടെ ഫ്രണ്ട് വശം അതിന് ശേഷം നല്ല വശത്തേക്ക് കൂടുതൽ സ്റ്റിച്ച് ഇട്ടെടുത്തും. അതുപോലെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും തമ്മിൽ സൈഡൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പീസിൻ്റെ അടിയിൽ ലൈനിങ് വെച്ചിട്ട് ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തും. ഇനി നമുക്ക് ഇതുപോലെയല്ല വരേണ്ടത്. ഇത് നേരെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതാ ഒരു സൈഡ് ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെയാണ് കിട്ടുന്നത്. നമുക്ക് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. നമുക്കിത് ഇസ്തിരിട്ടിട്ട് ലെവൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് എടുത്തതും ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ശേഷം നമ്മൾ ബാക്ക് പീസ് ലൈനിങ് വെച്ചിട്ട് അടിച്ചില്ലേ, പ്രസ് സ്റ്റിച്ചും കൂടി ഇടാൻ പറ്റുന്നതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ നല്ല വശത്തോട് നമ്മുടെ ഫ്രണ്ടിന്റെ നല്ല വശത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ആ ലൈനിങ് പീസ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് കറക്റ്റായിട്ട് ഈ ഒരു പോയിന്റിൽ തന്നെ വെച്ച് കൊടുക്കുക. ലൈനിങ് പീസ് ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് ഇതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ ഓപ്പോസിറ്റ് ചെയ്യുക. എന്നിട്ട് സൈഡൊക്കെ ഈ ലൈനിങ്ങോ നല്ല തുണിയോ സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ബാലൻസ് ഒന്ന് മെറ്റീരിയൽ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതുപോലെ ഒരു 1.25 ഇഞ്ച് വീതിക്കുള്ള ക്രോസ് പീസ് എടുത്തിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്ലീവിന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആം ഹോളിൻ്റെ അടുത്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെറിയ കട്ടൊക്കെ ഇട്ടിട്ട് പ്രസ് സ്റ്റിച്ച് ഇട്ടെടുക്കുക. ഉൾവശത്തേക്ക് 2 മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ചിട്ട് പ്രസ് സ്റ്റിച്ചും കൂടി എടുത്തു. നമുക്ക് ഇതുപോലെ നമ്മുടെ ലൈനിങ് വശത്തേക്ക് എടുത്തിട്ട് ആദ്യം ഒരു മടക്കുക, രണ്ടാമത്തെ മടക്ക് ഇതുപോലെ മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അടിച്ചു കഴിയുന്ന സമയത്ത് നമ്മുടെ ഷോൾഡർ കിട്ടുന്നത് ഏകദേശം ഒരു 3 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ എന്താക്കി വെച്ചാല് 4 ഇഞ്ച് വീതിക്കിൽ ഇതുപോലത്തെ പീസ് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിന്റെ 2 സൈഡ് ഒന്ന് മടക്കി അടിച്ചു വിട്ടിട്ടുണ്ട്. എന്ന് നമുക്ക് സെന്ററിലേക്ക് കൂടി ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് ഫ്രില്ലിട്ട് എടുക്കാം കേട്ടോ. ഒരു സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ഇട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അടിവശത്തെ നൂല് ഇതുപോലെ
ഇങ്ങനെ വിരിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ വിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ചുരുക്കം കിട്ടും കേട്ടോ. അത് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ ചുരുക്കിട്ടതിന് ശേഷം നമ്മുടെ ആം ഹോളിന്റെ ഇതില്ലേ അത് എത്ര വരുന്ന നോക്കിയിട്ട് അതിനനുസരിച്ച് അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഇവിടെ 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലൈനിങ് പീസും അതുപോലെ ഒരെണ്ണം നമ്മുടെ ഫാബ്രിക്കിന്റെ ക്ലോത്ത് വന്നിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ലൈനിങ്ങിന്റെ പീസ് 2 ഇഞ്ച് വീതിക്ക് നമുക്ക് കുടുക്ക് വെക്കുന്ന വശത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് ഇതുപോലെ എടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കുറച്ചിങ്ങനെ ഉള്ളിലോട്ടേക്ക് കവർ ചെയ്യാം കേട്ടോ. കുറച്ചിങ്ങനെ കവർ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അതിനുശേഷം ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഒന്ന് പ്രസ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഫാബ്രിക്കില്ലേ പ്രിന്റ് വരുന്നത് അത് ഞാൻ ലൈനിങ്ങിന്റെ വീത വെച്ചിട്ട് ഇങ്ങനെ അടിച്ചതാണ് കേട്ടോ. മറ്റേത് നമ്മൾ നല്ല ഭാഗത്ത് വെച്ചതല്ലേ. ഇത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ലൈനിങ് വശത്താണ് കേട്ടോ. ഇപ്പുറത്തെ ആ 3 ഇഞ്ച് വീതിക്കില് വെക്കേണ്ടത്. നമ്മൾ 2 ഇഞ്ച് വീതിക്കുള്ള പീസ് ഇതുപോലെ എടുക്കട്ടെ. നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ എടുത്തതിന് ശേഷം ആദ്യം ഒരു മടക്കുക, രണ്ടാമത്തെ മടക്ക് ഫുള്ളായിട്ട് ഉള്ളിലോട്ടേക്ക് മടക്കി കൊടുക്കുക. അതുപോലെ നമ്മൾ കണ്ണി വെക്കുന്ന ഭാഗവും നമ്മൾ നല്ല വശം എടുക്കുക. എന്നിട്ട് ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കി കൊടുക്കുക. 1/4 ഇഞ്ച് മടക്കുക. രണ്ടാമത്തെ മടക്കുക ഇതിന്റെ മുകളിൽ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കാണുന്നുണ്ടോ അതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക. കുറച്ച് മെറ്റീരിയൽ പുറത്തേക്ക് നിൽക്കുന്ന പോലെ ആയിരിക്കും അത് ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ഒരു ഒന്നര ഇഞ്ച് വീതിക്കുള്ള പീസ് മുറിച്ചെടുത്തിട്ട് താഴ്വശമൊക്കെ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിന്റെയും 3 ഭാഗത്തിന്റെയും താഴ്വശം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിന് സൈഡത്തെ മെഷർമെന്റും കാര്യങ്ങളും മാർക്ക് ചെയ്തിട്ട് സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ക്രോപ്പ് ടോപ്പിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ബാക്ക് സൈഡ് ഇവിടെ ഇങ്ങനെ വരും കേട്ടോ. ബട്ടൺസും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത് എല്ലുപ്പാട് എടുത്ത ഇതാണ് കേട്ടോ. ഇതുപോലെ ബാക്ക് വരും, ഇതുപോലെ ഫ്രണ്ട് പോർഷൻ വരും കേട്ടോ. മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ.